കഴുത്തിലണിഞ്ഞ മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞു. ഇതോടെ വനം വകുപ്പ് എടുത്ത കേസിൽ വന്യമൃഗവേട്ട വരെ ചുമത്തി. കഞ്ചാവ് വലിക്കുന്നതോ കൈവശം വയ്ക്കുന്നതോ കുറ്റകരമാണ് എന്നതുപോലെ തന്നെ പുലിയുടെ പല്ല് കൈവശം വെക്കുന്നതും കുറ്റകരം തന്നെയാണ്. പുലിയെ വേട്ടയാടാൻ പാടില്ല എന്നതുപോലെ ചത്തുകിടക്കുന്നത് കണ്ടാൽ ഒരു രോമം പോലും എടുക്കാനും പാടില്ല. ഇതൊക്കെ ഈ സാധാരണക്കാർക്ക് പോലും അറിവുള്ള കാര്യവുമാണ്. പ്രതിഭയുടെ ധാരാളിത്തം, വേണ്ടതിലധികമുള്ള കലാകാരനാണ് ഹിരൺദാസ്. ദക്ഷിണേന്ത്യയിലെ ഏതരങ്ങിൽ പോയി നിന്നാലും 1,00,000 പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്നത്ര പ്രതിഭയുള്ളയാൾ. മലയാളത്തിൽ ഇങ്ങനൊരു റാപ്പർ തന്നെ അത്ഭുതവുമാണ്. 20-30 വർഷം മുൻപ് യേശുദാസിന്റെ ഗാനമേളയ്ക്ക് വന്നിരുന്നതിന്റെ 10 മടങ്ങ് ആളുകളാണ് ഇപ്പോ ഹിരൺദാസിനെ കാണാൻ എത്തുന്നത്. കലയും കാലവും മാറുന്നത് എങ്ങനെയെന്ന് ഇവരെ നോക്കിയാണ് പുതിയ തലമുറ പഠിക്കേണ്ടത്. ഹിരൺദാസ് വളർന്നു വന്ന ഒരു വഴിയുണ്ട്. ഏതെങ്കിലും കല പഠിക്കാനും പ്രവർത്തിക്കാനും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാമൂഹിക ഘടനയിൽ നിന്നും വരുന്നയാളാണ്. കലാഭവൻ മണിയും വിനായകനും ഒക്കെ വന്ന അതേ വഴി. പക്ഷേ അവരിരുവരും ചെന്നു വീണ ഉന്മാദത്തിന്റെ കുഴികളുണ്ട്. അവിടേക്ക് ഹിരൺദാസിനെ പോലുള്ളവർ ചെന്നെത്തരുത്. വേടൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കൈകളിൽ താളവും കാലുകളിൽ തില്ലാനയും ശിരസിൽ ഉന്മാദവും ഉണ്ടാകുന്ന തലമുറ ഇവിടെയുണ്ട്. അവരെയാണ് ഇത്തരം കേസുകൾ നിരാശരാക്കുന്നത്.